ഡെന്നിസേ, ക്ലോക്ക് കണ്ടോ? കണ്ടു. സമയം കണ്ടോ? കണ്ടു. 11 മണിയായി. പ്രണയ കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ. ക്ലബ് എഫ്എമ്മിലെ ദ ലവ് ഫൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഡെന്നിസ്. അപ്പൊ നമ്മള് വിക്സ് മിഠായി കൊടുത്തിട്ട് അവളെ വീഴ്ചു. ഇതിക്ക് മുമ്പ് എന്റെ ക്ലാസ്സിൽ വേറൊരു പയ്യനുണ്ടായിരുന്നു, അരുൺ എന്നാണ് അവന്റെ പേര്. അവന്റെ കുട്ടിയുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. എന്റെ അടുത്ത് ഡെയിലി ഒന്ന് പറയും, എടാ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഇതാക്കി തരണമെന്ന്. അപ്പോൾ എനിക്കുള്ള ഇഷ്ടമാണ് എന്നുള്ളത് ഞാൻ അറിയിച്ചിട്ടില്ല. എന്നാൽ അവളുടെ ഫ്രണ്ട്സിന് അറിയാം മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടെന്നുള്ളത്. അപ്പൊ അവളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഇഷ്ടമാണോന്ന്. അപ്പൊ അവള് പറയുകയും ചെയ്താണെന്ന്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ മടി. അപ്പൊ ഇവന്റെ ബർത്ത്ഡേക്ക് മിഠായിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ഞാനൊരു October 16 തന്നെ അവളോട് പറഞ്ഞത് എനിക്കിങ്ങനെ നിന്നെ ഇഷ്ടമാണ്. ഇല്ല ഇല്ല, ഞാനിങ്ങനെ പറഞ്ഞത് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, സത്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു അതേന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാള് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയി. കുറെ നാള് ഒരു 6-7-8 മാസത്തോളം ഒരാൾ പറഞ്ഞില്ല ഇത് എന്റെ ക്ലാസ്സിൽ. ഞാൻ ഡെയിലി അവിടെ അവളുടെ അടുത്ത് പോയിരുന്നേ സംസാരിക്കുള്ളൂ. പക്ഷെ ആർക്കും അറിഞ്ഞിട്ടില്ല. പിന്നെ ഓരോരുത്തരായി അറിയാൻ തുടങ്ങി. ഞങ്ങള് കുഴപ്പമില്ല, എല്ലാം പബ്ലിക്കായി. കോളേജ് കംപ്ലീറ്റ് അറിഞ്ഞു, ടീച്ചേഴ്സ് അറിഞ്ഞു, എല്ലാരും അറിഞ്ഞു. അവളുടെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ചേട്ടൻ, ഓക്കെ. കഥയിലൊരു വില്ലന്റെ ഒരു പ്രവേശനത്തിനുള്ള സമയം ഞാൻ കാണുന്നു. കൂടെയായിരിക്കുക ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ. ഇവിടെയുണ്ട് റീനു ആൻഡ് ഡെന്നിസ് വിത്ത് എ ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എന്റെ കൂടെ ഡെന്നിസ്. ചേട്ടൻ കോളേജിൽ പഠിക്കുന്നതാണ് പല പെൺകുട്ടികൾക്കും വളരെയധികം പേടിയുള്ള ഒരു കാര്യം. വില്ലനാണല്ലോ. അപ്പൊ ഈ വില്ലൻ വീട്ടിൽ ചെന്ന് പ്രണയം പറഞ്ഞപ്പോ അവളുടെ വീട്ടിൽ എന്താ സംഭവിച്ചത്? അവളുടെ വീട്ടിൽ സ്വാഭാവികമായിട്ടും അത്ര നല്ലൊരു കുട്ടിയാണ്. കാരണം ഇങ്ങനൊരു ഈ ഒരു രീതിയിലുള്ള ഫാമിലി അല്ല. അവൾ ഒരുപാട് പിണങ്ങി, ഒരുപാട് സഹിച്ചിട്ടുണ്ട് പാവം എനിക്ക് വേണ്ടി, ഒരുപാട്. കാരണം എനിക്ക് പലതവണ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ആ കുട്ടി എനിക്ക് അത്ര സഹിച്ചിട്ടുണ്ടെന്നുള്ളത്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ബന്ധത്തിൽ ഇതാവുന്നത്. ഫസ്റ്റ് ലവ് ആണ് എന്റെ. എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. വീട്ടിലറിഞ്ഞതിന് ശേഷം ഇവളോട് തിരിച്ച് വീട്ടിൽ കയറി വരാൻ പറഞ്ഞു. ഇത് ഒരു വെക്കേഷൻ ടൈമിൽ. അപ്പൊ ഞങ്ങള് ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ വഴി വരാം, അങ്ങനെ 2 വഴി വരാം, സേലം വഴി, ട്രെയിൻ വഴി, 3 വഴിയും ബ്ലോക്ക് ചെയ്തവര്. അത്യാവശ്യം നല്ല ഹോളുണ്ടായിരുന്നു. എനിക്കന്ന് 19 വയസ്സേ ഉള്ളു. ഞാൻ അവളെയും കൊണ്ട് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് കോഴിക്കോട് വണ്ടി കയറി വയനാട് വഴി ചുറ്റിക്കറങ്ങി ചെന്നപ്പോ ഇവളുടെ വീട്ടിൽ നിന്ന് കോള് വന്നു. ഇവക്കടെ പപ്പ വിളിച്ചു. ഇവക്കടെ പപ്പ വിളിച്ചപ്പോൾ ശരിക്കും ഫോണ് എന്റെ കയ്യിലായിരുന്നു. എന്റെ കയ്യിൽ വിളിച്ചപ്പോ തന്നെ ഇവളുടെ ചേട്ടനെ വിളിച്ച ആ ടൈമിന്. ഇവളുടെ ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു, ഹലോ ഡെന്നിസ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതെ ഡെന്നിസ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഡെന്നിസോ? അല്ല ഡെന്നിസ് അല്ല, ഇത് എന്നിട്ട് എൻ്റെ ഒരു സീനിയർ ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ ആ സ്ലാങ്ങിൽ ഇത്തിരി അത്യാവശ്യം മിമിക്രിയൊക്കെ കയ്യിലുണ്ട്. ആ സ്ലാങ്ങിൽ സംസാരിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് അവളെ വീട്ടിൽ കൊണ്ട് വിട്ട്. ഇതൊരാൾക്ക് ഇതുവരെ അറിയില്ല ഞാനാൾ അവളെ കൊണ്ട് വിട്ടെന്നുള്ളത്. അങ്ങനെ പൊട്ടലും ചീറ്റലും തുടങ്ങി. പക്ഷെ സ്മൂത്തായിട്ട്, അതായത് ഇവളെൻ്റെ അടുത്ത് പറയുമായിരുന്നു, അത് ലോകം അവസാനിച്ചാലും ഭൂമി 2ആയിട്ട് പിളർന്നാലും എൻ്റെ അടുത്തൊന്നും ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ഒരൊറ്റ വിശ്വാസത്തിന്റെ പുറത്താണ്. ഞാൻ അവളോട് തിരിച്ചു പറയുമായിരുന്നു, ഒരു തവണ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഇട്ടേച്ച് പോകും, എന്നെ നോക്കാൻ നിൽക്കരുത്. ഞാൻ ഭയങ്കര റഫായിട്ട് നിൽക്കുള്ളൂ. പുറത്ത് കാണിച്ച ഒരു അഭിനയം. പക്ഷെ ഇപ്പൊ എന്തോ മുഖത്ത് കാണുന്നില്ല ഡെന്നിസ്. എനിക്ക് 2 കണ്ണിലും സങ്കടം മാത്രമേ കാണാൻ പറ്റും. അഭിനയിക്കരുതായിരുന്നു. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നമ്മുടെ സ്റ്റോറിയിൽ എന്തൊക്കെയോ സങ്കടം വരുന്നുണ്ട്. ഞാൻ റീനു ഉണ്ട്, എന്റെ കൂടെ ഡെന്നിസ്. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിലെ ദ ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എന്റെ കൂടെ പ്രണയ കഥ പറയുന്നത് ഡെന്നിസ്. ഡെന്നിസ്, നിങ്ങൾ തമ്മിൽ എപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയ? പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് 1-2 പേരും പറഞ്ഞ് അടിയുണ്ടാവും. ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിക്കും. അതായത് ഒരു വാക്കുകൾ കൊണ്ടൊക്കെ ഒരുപാട് വേദനിപ്പിക്കും. അപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. അപ്പോൾ ഞാൻ ശരിക്കും ഒരു കാര്യം പറയാലോ രേണു, ആ കണ്ണീര് വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എന്താണെന്നറിയോ? വേറെ തെറ്റിദ്ധരിക്കരുത് തന്നെ, എനിക്ക് വേണ്ടി ആരും കരഞ്ഞിട്ടില്ല. ജീവിതത്തിൽ എനിക്ക് വേണ്ടി ആദ്യമായിട്ട് കരഞ്ഞൊരു കുട്ടിയാവുള്ള. അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോ ഒരു ഭൂലോക രംഭ ആര് വന്നാലും എനിക്ക് പറ്റില്ല. അവളല്ലാതെ വേറൊരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ആ കണ്ണീരിൽ ഞാനുണ്ടായിരുന്നു. പലവട്ടം അവൾ എനിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, പലവട്ടം. ഒരു എവിടെയെങ്കിലും ഞാൻ ലോങ്ങിൽ ടൂർ എവിടെയെങ്കിലും പോകുമ്പോൾ 1 മിനിറ്റ് ഉറങ്ങാതിരുന്ന് എന്നെ ഫോൺ ചെയ്യും. അതായത് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യോ അങ്ങനെ ചെയ്യോ എന്ന് കാണിക്കാനല്ല, പക്ഷെ
അവൾക്ക് ഇരിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. അത് ആ വൈബ്രേഷനിലുണ്ട്. അപ്പൊ ആൺകുട്ടികളെ പെൺകുട്ടികളെ കരയിപ്പിക്കുന്നത് അവർക്ക് വേണ്ടി കണ്ണു നിറയുന്ന തീർച്ചയായും. നെക്സ്റ്റ് ടൈം ഞാൻ കരയാൻ ശ്രമിക്കാം. ഞാൻ കരയുന്ന ഒരാളല്ല. അല്ല, അവള് പറയുമായിരുന്നു ഡെന്നിസ് എനിക്ക് വേണ്ടി കരയാറില്ല, അല്ലെങ്കിൽ ഡെന്നിസ് കരയാറില്ല. ഞാൻ കുറച്ച് ഹാർഡായിരുന്നു, കരയാറില്ല എന്ന്. അതിനും വേണ്ടി പിന്നെ കരഞ്ഞു. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഡെന്നിസിനെ കരയിച്ച സംഭവങ്ങൾ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. കൂടിയായിരിക്കുക വിത്ത് റീനു ആൻഡ് ഡെന്നിസ് ഇവിടെ മാത്രം. കണക്കിന് റൊമാൻസ്. പ്രണയം നമ്മളെ കൊണ്ട് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്ന് ഒരുപാട് പേര് പറഞ്ഞ് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു കേട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് ഡെന്നിസാണ്. ഡെന്നിസ് പറഞ്ഞു, ഞാൻ വളരെ ഹാർഷായിട്ട് എൻ്റെ പെൺകുട്ടിയോട് പെരുമാറിയിട്ടുണ്ട്, ഞാൻ കരയില്ല എന്നവൾ പരാതി പറഞ്ഞിരുന്നുവെന്ന്. ആ ഡെന്നിസ് പിന്നെ എപ്പോഴാണ് കരഞ്ഞ്? 4 വർഷത്തിന് ശേഷം എൻ്റെ കോളേജ് കഴിഞ്ഞു, എൻ്റെ കോളേജ് ലൈഫ് കഴിഞ്ഞു. ഒരു ഭയങ്കര വിഷമം ഇന്ന് തിരിച്ചു പറയാനായിട്ട്. ആ ഒരു സീൻ, ആ കോളേജിൽ നിന്ന് അവളുടെ ഹോസ്റ്റലിൽ ഞാൻ പോയി പിക്ക് ചെയ്യുമ്പോൾ പെട്ടിയൊക്കെ എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന്. ഒരേ ഡിസ്ട്രിക്റ്റ് തന്നെയാണ് ഞങ്ങൾ, ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ വരുന്ന വഴി ഞാൻ അവളോട് പറഞ്ഞു, ട്രെയിനിൽ വെച്ച് എന്നെ ഇട്ടേച്ച് പോകുന്നു. അന്ന് എനിക്കെന്തോ ആ ഒരു സമയമായി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഫീൽ എനിക്ക് മനസ്സിലായത്. എനിക്ക് ആ ട്രെയിനിങ്ങിന് ഓരോ സ്റ്റേഷൻ എത്തും തോറും എനിക്ക് വിഷമം വന്നിട്ട് സഹിക്കാൻ പറ്റില്ല. ഞാൻ അവളോട് പറഞ്ഞു, എന്നെ ഇട്ടേച്ച് ഒരിക്കലും പോരുതെന്ന്. അവൾ പറഞ്ഞില്ല, ഒരിക്കലും പോകില്ല, എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ ഓടി വരുമെന്ന്. പക്ഷെ അതിനുശേഷം ഈ ചില സിംറ്റംസ് കാണിക്കത്തില്ല എപ്പോഴും പൊട്ടുന്നതിന് മുമ്പ്. ഞാൻ ഇവള് ഫോൺ വിളിക്കുമ്പോൾ ചില സമയത്ത് അറ്റൻഡ് ചെയ്യാറില്ല. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനോട് ഇപ്പം ഞാൻ പറയും, അതായത് അവർ സ്നേഹിക്കുന്ന കുട്ടികൾ വിളിക്കുമ്പോൾ ഇവർ ചിലപ്പോൾ മനഃപൂർവ്വം കട്ട് ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയും, ഇതിന് ഒരു തവണ നിങ്ങൾ അനുഭവിക്കുന്നു, ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന്. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, സംസാരിക്കാൻ പറ്റാത്ത സമയത്താണ്. അപ്പോൾ അതൊക്കെ അവൾക്ക് പിന്നെ പ്രശ്നങ്ങളായി തുടങ്ങി ഇവിടെ വന്നതിന് ശേഷം. അവൾ വിളിക്കുമ്പോൾ ഞാൻ 2 മിനിറ്റേ സംസാരിക്കുള്ളൂ, 3 മിനിറ്റേ സംസാരിക്കുള്ളൂ. ഒരിക്കലും ഇഷ്ടത്തിന്റെ കുറവുകൊണ്ടല്ല, എനിക്ക് അവളോട് ഒരു ഹലോ കേട്ടാൽ മതി ആ ദിവസം മൊത്തം തള്ളി നിൽക്കാനായിട്ട്. പക്ഷെ അതെല്ലാം അവള് മിസ്പെർസെപ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പ്രണയത്തിൽ എന്തൊക്കെയോ പൊട്ടിത്തെറികൾ തുടങ്ങി. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ഡെന്നിസ്. ഞങ്ങളുടെ കൂടെ ആയിരിക്കുക ഫോർ ടൺ കണക്കിന് റൊമാൻസ്.